മാങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു മാങ്ങയാണ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അരമണിക്കൂർ നമ്മൾ ഉപ്പ് പിടിക്കാനായിട്ട് വെക്കണം. മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് അരമണിക്കൂർ ഇത് ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. അരമണിക്കൂർ കഴിയുമ്പോൾ ഉപ്പെല്ലാം നല്ല പിടിച്ചിരിക്കും. അപ്പം മാങ്ങയിൽ ഉപ്പ് പിടിക്കുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് കടുക്, ഇത് ചെറിയ സ്പൂണാണ്. അപ്പോൾ ഒരു 4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതിലേക്ക് തന്നെ ജീരകം 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതല്പം ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ചിട്ട് വേണം അതൊന്ന് ഇളക്കി കൊടുത്ത് കടുകെല്ലാം പൊട്ടിത്തെറിക്കുന്നത് വരെ നമ്മുടെ കടുകെല്ലാം പൊട്ടുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം റെഡിയാക്കാൻ. അതാ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം നല്ലതെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ചീനച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 സ്പൂണ് എണ്ണ, ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത്രയും എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുന്ന ടൈമിൽ നമുക്ക് കടുകിട്ട് കൊടുക്കണം. ചൂടാകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഒരു പ്രത്യേക സ്വാദാണ്. ഇതേ രീതിക്കൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് എണ്ണ ചൂടാകുന്നേ ഉള്ളൂ. ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടാകുന്നതേ ഉള്ളൂ. കടുക് പൊട്ടുന്ന സമയത്ത് ചൂടായി പൊട്ടുന്നതേ ഉള്ളൂ. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 20-25 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ പച്ച ചുവ എന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു ബ്രൗൺ കളറ് ആകുന്നത് വരെ ചെയ്യുക. അതിലേക്ക് കുറച്ചൊന്ന് നിറം മാറിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നിറമെല്ലാം മാറിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ അടുത്തതായിട്ട് ഫ്ലെയിം കുറച്ച് അണച്ച് വേണം ഇടാനായിട്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി ഒരു 3 സ്പൂണ്
മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മുടെ എരിവിന് അനുസരിച്ചുള്ള പൊടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ 3 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലവണ്ണം ഇതിൽ യോജിപ്പിക്കുക. അതിൻ്റെയും പച്ച ചുവയെല്ലാം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല കേട്ടോ. കരിയാതെ നമ്മൾ നോക്കണം. അതിലേക്ക് തന്നെ കായത്തിൻ്റെ, ഞാൻ പൊടിയല്ല കായത്തിൻ്റെ കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് അലിഞ്ഞോളും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മാങ്ങ, ഈ മാങ്ങയും കൂടെ ആ ചൂടോടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കടുകും എല്ലാം കൂടി പൊടിച്ച് വെച്ചേക്കുന്നത് അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കണം. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും ഈ അച്ചാറിന്. നമുക്ക് കൂടുതൽ ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ കൂടെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇത് ആഡ് ചെയ്യുന്നില്ല, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിനീഗർ ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യാതെ എടുത്തതാണ്. അപ്പോൾ ഇനി തീയങ്ങ് ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മാങ്ങ അച്ചാറെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു അച്ചാർ ആയി കിട്ടും. നല്ല ടേസ്റ്റുള്ള പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കെല്ലാം ഇതിനകത്ത് എല്ലാവരും ഇടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ചാർ നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് അറിയിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മുടെ അച്ചാർ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുകൂടെ വിനീഗർ കൂടെ ആഡ് ചെയ്താൽ മതി. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കകമൊക്കെ തീരുന്നുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ഇരുന്നാൽ മതി. ഉപ്പുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കേട് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്ന അച്ചാറിനെല്ലാം ഉപ്പ് കൂടുതലായിട്ട് അവർ ചേർത്ത് വെച്ചേക്കുന്നത്. ചീത്തയാകത്തില്ല. അപ്പോൾ അതാ ഇത്രയാണ് നമ്മുടെ അടിപൊളി അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, താങ്ക് യു.